കഴിഞ്ഞ 2 വർഷക്കാലമായി കേരളത്തിൽ വ്യാവസായിക മേഖലയിൽ ഒരു കുതിച്ചുചാട്ടത്തിൻ്റെ പാതയിലാണ്. നിരവധി സംരംഭങ്ങളാണ് ഇയർ ഓഫ് എൻ്റർപ്രൈസസിൻ്റെ ഭാഗമായി ഈ 2 വർഷം, ഈ രണ്ടാമത്തെ വർഷം നമ്മൾ പൂർത്തീകരിക്കുന്ന സ്റ്റേജിൽ 2 ലക്ഷത്തിലധികം സംരംഭങ്ങൾ തുടങ്ങുകയും അതുവഴി 4.5 ലക്ഷം ആളുകൾക്ക് തൊഴിൽ നൽകുന്ന രീതിയിലും 13,000 കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കേരളത്തിൽ ഈ കുറഞ്ഞ കാലഘട്ടം കൊണ്ട് സംജാതമായിരിക്കുന്ന ഈ അവസ്ഥയിൽ സംരംഭക മേഖലയിലേക്ക് ഏറ്റവും ഉത്തേജകം നൽകുന്ന രീതിയിൽ ഈ മെഷീനറി എക്സ്പോയ്ക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് വളരെ സന്തോഷപൂർവ്വം ഞാൻ അറിയിക്കുകയാണ്. നമ്മുടെ കമ്പനി നെയ്യും ഏഷ്യൻ പാക്കിംഗ് മിഷനറി പ്രൈവറ്റ് ലിമിറ്റഡ്. നമ്മുടെ ഫാക്ടറി ഫരീദാബാദാണ്. നമ്മൾ പൗച്ചിൽ പാക്ക് ചെയ്യുന്ന എല്ലാത്തരം മിഷനറികളും നമ്മൾ മാനുഫാക്ചർ ചെയ്തു വരുന്നു. ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും നമ്മൾ മിഷൻ സപ്ലൈ ചെയ്യുന്നു. അതോടൊപ്പം ഇന്ത്യക്ക് പുറമെ 60 രാജ്യങ്ങളിൽ നമ്മൾ നമ്മുടെ മിഷനറികൾ എക്സ്പോർട്ട് ചെയ്യുന്നു. നമ്മൾ മെഷീൻ ഫുള്ള് സ്റ്റെയിൻലെസ് സ്റ്റീൽ ബോർഡിലാണ് നമ്മൾ നിർമ്മിച്ചിട്ടുള്ളത്. എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നാൽ 24 മണിക്കൂറിനുള്ളിൽ നമ്മൾ സർവീസ് നൽകുന്നതായിരിക്കും. ഫ്രീ ഫ്ലോ പ്രൊഡക്റ്റുകൾ എല്ലാം പാക്ക് ചെയ്യുന്ന മെഷീനാണ് ഈ കോളർ ടൈപ്പ് മൾട്ടിഗഡ് വയർ മെഷീൻ. ഈ മെഷീൻ നമ്മൾ 4 ടൈപ്പിലാണ് മാനുഫാക്ചർ ചെയ്യുന്നത്. ഇന്ത്യയിലെ ഒട്ടുമിക്ക പ്രമുഖ കമ്പനികളിലും നമ്മൾ ഈ മെഷീൻ സപ്ലൈ ചെയ്തിട്ടുണ്ട്. വിദേശത്ത് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള മെഷീനാണ് ഈ മൾട്ടിഗഡ് വയർ മെഷീൻ. ഷിഞ്ചു നായരനാണ്. ഞാൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് ടഫി എഞ്ചിനീയറിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയിലാണ്. പലതരത്തിലുള്ള ബ്ലോക്സ് ചെയ്യുന്ന മെഷീനറീസ് ആണ് നമുക്കുള്ളത്. അതിൽ മാനുവലി ഓപ്പറേറ്റർ ഉണ്ട്, ഫുള്ളി ഓട്ടോമാറ്റിക് ഉണ്ട്. ഡിഫറെൻറ്റ് വേരിയൻറ്റ്സ് അവൈലബിൾ ആണ്. ഡിസ്പ്ലേയിൽ കാണിച്ചിരിക്കുന്ന മെഷീൻ വന്നിട്ട് മാനുവലി ഓപ്പറേറ്റർ ആണ്. ബേസ് മോഡലാണ് വരുന്നത്. ഏകദേശം 1000 ക്ലോക്സ് ഒക്കെയാണ് 8 അവേഴ്സ് പ്രൊഡക്ഷൻ കപ്പാസിറ്റി വരുന്നത്. അതില്ലാതെ നമുക്ക് അപ് ടു 4000 ക്ലോക്സ് വരെ 8 അവേഴ്സിന് കപ്പാസിറ്റി വരുന്ന ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീൻസ് വരെ നമുക്ക് അവൈലബിൾ ആണ്. കേരളത്തിൽ മാത്രമല്ല ഓൾ ഇന്ത്യയിലൊക്കെ നമ്മുടെ മെഷീൻസ് ഡീൽ ചെയ്യുന്നു. സോ ജിടെക് എന്ന കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ സെന്റർ മോർ ദാൻ 23 ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു കേരളത്തിലെ സെന്റർ ആണ്. സോ അപ്പം നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള അഡ്വാൻസ് റിസപ്ഷൻ റോബോട്ടാണ് ഗ്ലോറിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫൈബറും ബാക്കി കാര്യങ്ങളും ഇതിൻ്റെ പ്രോഗ്രാമിങ്ങും എല്ലാം നമ്മൾ കേരളത്തിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇത് ഒരു മൾട്ടിപർപ്പസ് റോബോട്ടാണ്. നമ്മൾ ഈ പ്രോഗ്രാം ഇനോഗ്രേറ്റ് ചെയ്തത് പി രാജീവ് മിനിസ്റ്റർ ആയിരുന്നു. അപ്പോൾ സാറിനെ വെൽക്കം ചെയ്തതും സിസേഴ്സ് കൊടുത്തതും ഒക്കെ ഈ റോബോട്ടാണ്. നമുക്കൊരു കസ്റ്റം ചെറിയ റോബോ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് എഡ്യൂക്കേഷൻ പർപ്പസിന് യൂസ് ചെയ്യുന്നതാണ്. നമുക്ക് കസ്റ്റം ചെയ്ത് കുട്ടികൾക്ക് വർക്ക് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഈ ഒരു റോബോട്ടിന് അവൈലബിൾ ആണ്. നമ്മൾ പുറത്തുനിന്നുള്ള ഒരു എക്യുപ്മെൻറ്റ്സ് യൂസ് ചെയ്യുന്നില്ല. ഇതൊരു മെയ്ഡ് ഇൻ കേരള പ്രോഡക്റ്റ് തന്നെയാണ്. ഇപ്പോൾ നമ്മളൊരു 2 ഇയേഴ്സിനകത്ത് കേരളത്തിനകത്ത് ഇതിനെ പല സെൻറ്റേഴ്സിലും എത്തിക്കാനായിട്ട് നമ്മൾ നോക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഹോട്ടൽ സർവീസസിലും മെഡിക്കൽ സർവീസിലും ഒക്കെ ഇതിന് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ദിസ് ഇസ് ബീൻ പ്രോഗ്രാം യൂസിങ് പൈത്തൺ ആൻഡ് എംബഡഡ് സി. ഇതിൻ്റെ കോഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. സ്റ്റുഡൻസിന് വേണ്ടിയുള്ള കോഴ്സസ് അവൈലബിൾ ആണ്. ജിടെക്കിന് മോർ ദാൻ 700 സെൻറ്റേഴ്സ് ഓൾ ഓവർ ദി വേൾഡ് ഉണ്ട്. അപ്പം നമ്മളൊരു സ്റ്റുഡൻറ് കമ്മ്യൂണിറ്റി ത്രൂ ഈ ടെക്നോളജി എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ടാണ് നമ്മളിപ്പോൾ ശ്രമിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കോഴ്സസ് ഇപ്പോൾ അവൈലബിൾ ആണ്. ഇതിൻ്റെ പ്രോഗ്രാമിങ്, ഇതിൻ്റെ ഫാബ്രിക്കേഷനും എല്ലാം നമുക്ക് പഠിക്കാനായിട്ടുള്ള അവസരം കേരളത്തിൽ തന്നെ ഇപ്പോൾ ഉണ്ട്. പ്രവീൺ, സഖ്യ ട്രേഡിംഗ് കമ്പനി ആലുവ വർക്ക് ചെയ്യുന്നു. നമ്മളത് ഏറ്റവും കൂടുതൽ മിഷനറീസ് ഞങ്ങൾ ബേക്കറി പർപ്പസിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് വരുന്നത് ഈ മെഷീൻ വന്നിട്ട് ഫ്രഷ് ക്രീം അടിക്കണ മെഷീനാണ്. ഇത് 7 ലിറ്ററാണ് ഇതിൻ്റെ കപ്പാസിറ്റി. ഇത് വന്നിട്ട് 5 ലിറ്റർ. ഇത് വന്നിട്ട് നമുക്ക് ഡോ മിക്സിംഗ് ആണ്. 8 കിലോ ആണ് ഇതിൻ്റെ ഗേറ്റ് പറയുന്നത്. ഇത് വന്നിട്ട് 10 ലിറ്റർ കപ്പാസിറ്റിയാണ് പറയുന്നത്. ക്രീം അടിക്കാം. 5 കിലോ കേക്ക് വരെ നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് വന്നിട്ട് കേക്ക് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതിന് കേക്ക് നമ്മൾ ഇതുമ്പോൾ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതുമ്പോൾ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കേക്ക് നല്ല ഫിനിഷിങ്ങിൽ കേക്ക് നമുക്ക് എടുക്കാൻ പറ്റും. ഇതും കുഴക്കണ മെഷീൻ തന്നെയാണ്. ഇത് 12 കിലോ പൊടിയിട്ട് കുഴക്കാൻ പറ്റും. ഗ്യാസ് ഓവനാണ്. ഇത് വന്നിട്ട് ഗ്യാസ് വളരെ കുറവും അത് ഇതിനകത്ത് നമുക്ക് ഉപയോഗിക്കാനായിട്ട്. 1 മണിക്കൂറിൽ 150 ഗ്രാം ഗ്യാസാണ് ഇതിനകത്ത് പറയുന്നത്. ഇത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറഞ്ഞ പവർ വേണം ഇതിനായിട്ട്. അപ്പോൾ പവർ ഇല്ലെങ്കിൽ നമുക്ക് ഇൻവേർട്ടർ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് ഡബിൾ ഡെക്കറാണ്. സെയിം പർപ്പസ് തന്നെ. ഇതിനകത്ത് എല്ലാം നമുക്ക് പപ്സ്, ബ്രെഡ്, ബന്ന് എല്ലാതും നമുക്ക് ഇതിനകത്ത് ബേക്ക് ചെയ്യുന്നു.
ഇത് വന്നിട്ട് ഷീറ്ററാണ്. നമുക്ക് പപ്സിന് ഷീറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ് ഈ സാധനം. ഇതിനകത്ത് വന്നിട്ട് ഇത് നമുക്കിതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഇത് റോള് നമുക്ക് എത്ര തിക്നെസ് വേണമെങ്കിൽ അത്രയും നമുക്ക് ഇതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. 1 HP മോട്ടറാണ് ഇതിനകത്ത് വരുന്നത്. ഇത് ഇമ്പോർട്ടഡ് ആണ്. എല്ലാം ഞങ്ങളെ ഉള്ളത് ഇമ്പോർട്ടഡ് ആണ്. ഇന്ത്യൻ മെഷീനറീസും ഉണ്ട്. ഈ മെഷീൻ വന്നിട്ട് നമ്മളെ ബ്രെഡ് മോൾഡറാണ്. നമുക്ക് മോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇതും ഇമ്പോർട്ടഡ് ആണ്. ഇത് വന്നിട്ട് സ്ലൈസറാണ്. അത്യാവശ്യം ഹോട്ട് ബ്രെഡ് കട്ട് ചെയ്യാൻ പറ്റും നമുക്ക്. 12 mm തിക്നെസ്സാണ് ഇതിനകത്ത് വരുന്നത്. കമ്പനിയുടെ പേര് മെറ്റലേജ് മെഷീനറീസ്, ഇരിഞ്ഞാലക്കുട, തൃശ്ശൂർ. വ്യാവസായിക അടിസ്ഥാനത്തിൽ ചെറിയ ചെറിയ സംരംഭങ്ങൾ തുടങ്ങാൻ വേണ്ട എല്ലാ മെഷീനറികളും ഫുഡ് പ്രോസസ്സിങ്ങിൻ്റെ മെഷീനറികൾ ഞങ്ങൾ ഉണ്ടാക്കുന്നു. അരി പൊടിക്കുക, മുളക് പൊടിക്കുക തൊട്ട് അങ്ങനെ ഒരുപാട് മെഷീനറികൾ. ഇവിടെ ഞങ്ങൾ മാനുഫാക്ചറിങ് യൂണിറ്റാണ് തൃശ്ശൂർ ഇരിഞ്ഞാലക്കുടയിൽ. ആവശ്യാനുസരണം ഞങ്ങൾ മെഷീൻ ഉണ്ടാക്കി സപ്ലൈ ചെയ്ത് ഓടിച്ചു കൊടുക്കുന്നു. അരി പൊടിക്കൽ, മുളക് പൊടിക്കൽ, മഞ്ഞൾ മല്ലി പൊടിക്കൽ, പിന്നെ പൊടി വറക്കൽ, പൊടി അരിക്കൽ, ബ്ലെൻഡർ മിക്സ് ചെയ്യൽ, അച്ചാറുണ്ടാക്കൽ, പിന്നെ പൊടി വറക്കുന്നത് ഇത് ഗ്യാസിൽ, ഇലക്ട്രിക്, പിന്നെ വുഡിൽ ഫയർവുഡ് ഉപയോഗിച്ച് പൊടി വറക്കുന്നത്, പിന്നെ മെഷീൻ സോട്ടീനർ, ഇലക്ട്രിക് റോസ്റ്റർ, ഇതൊക്കെ കൂടി ഉണ്ടാക്കേണ്ടതാണ്. എൻ്റെ പേര് ബാബു എന്നാണ്. ഞാൻ ഡോളർ എന്ന് പറഞ്ഞ കമ്പനിയുടെ സ്റ്റാഫാണ്. ഞങ്ങളുടെ കമ്പനി മാനുഫാക്ചറിങ് യൂണിറ്റാണ്. ബേക്കറി മെഷീനറീസിൻ്റെ മാനുഫാക്ചറിങ് യൂണിറ്റാണ്. ഞങ്ങൾ ഓൾറെഡി ബാംഗ്ലൂരാണ് സെറ്റിൽഡ്. കേരളത്തിൽ ഓൾറെഡി കോഴിക്കോട്, ചാലക്കുടി, തിരുവനന്തപുരം എന്നീ 3 സ്ഥലങ്ങളിൽ സർവീസിങ് സെൻറ്ററും അതുപോലെ തന്നെ സെയിൽസ്, മാർക്കറ്റിംഗ് എല്ലാ സംഭവം കൂടിയും ഒരുമിച്ചാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. റോട്ടറി ഓവൻ, പ്ലാനറ്ററി മിക്സർ, സ്പൈറൽ മിക്സർ, ഡെക്ക് ഓവൻ തുടങ്ങിയ മെഷീൻസാണ് നമ്മളിവിടെ ഡിസ്പ്ലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോൾ ഒരു സംരംഭം തുടങ്ങുവാനായിട്ട് ആഗ്രഹിക്കുന്നവർ ബേക്കറി മേഖലയിലേക്കാണ് കടന്നു വരുന്നത് എങ്കിൽ അവർക്ക് വേണ്ടിയുള്ള സപ്പോർട്ട് കാര്യങ്ങൾ ഇവിടെ നിന്ന് ചെയ്തു കൊടുക്കും. ഇൻക്ലൂഡിങ് അവർക്ക് വേണ്ട ഷെഫ്, അതുപോലെ തന്നെ അവർക്ക് വേണ്ട റോ മെറ്റീരിയൽസ്, ഇതിലെല്ലാം നമ്മൾ ബാക്ക് സപ്പോർട്ട് നൽകുന്നതാണ്. ഇത് വന്നിട്ട് ഞങ്ങളുടെ ഡെക്ക് ഓവനാണ്. ഡെക്ക് ഓവൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാസും ഇലക്ട്രിക്കലും ആണ് ഇതിൻ്റെ മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് ഫ്യൂവലായിട്ട് ഉപയോഗിക്കുന്നത് ഗ്യാസാണ്. ഫുള്ളി ഓട്ടോമാറ്റിക് ഓവനാണ്. ഇതിൽ 10 ട്രേയുടെ ഓവൻ എന്നാണ് ഇതിൽ പറയുന്നത്. ഇതിൻ്റെ 8 ട്രേയുടെ, 6 ട്രേയുടെ, 4 ട്രേയുടെ തുടങ്ങിയ വെറൈറ്റി ട്രേകളുടെ ഓവൻ നിലവിൽ നമുക്ക് ഇവിടെ ലഭ്യമാണ്. ഇത് നമ്മുടെ സ്വന്തം മാനുഫാക്ചറിങ്ങിൽ ഉള്ള സാധനമാണ്. ഇത് ജോമിൻ്റെ എന്ന ബ്രാൻഡിലാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. എൻ്റെ പേര് മുരളി നാട്. പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയുടെ പേര് ദേവശ്രീ ഇലക്ട്രോണിക് ട്രിവാൻഡ്രം ആണ്. ഇതിൻ്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജി സേവർ എന്ന് പറയും. ഇത് വീട്ടിലെ, ഷോപ്പിലെ, ഓഫീസിലെ, അതായത് നമുക്ക് കറണ്ട് ബില്ലിൽ ഒരു 30% നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. കാര്യം ഇത് ഏതെങ്കിലും ഒരു ലൈനിൽ പ്ലഗ് ചെയ്താൽ മതി. ഒരു മെയിൻ സ്വിച്ചിൽ നിന്ന് വരുന്ന കറണ്ട് ആകുമ്പോൾ ന്യൂട്രൽ ലിങ്കായി കിടക്കുന്ന കാരണം ഏതെങ്കിലും ഒരു പ്ലഗിൽ അപ്ലൈ ചെയ്താൽ മതി. ഇതിന് 6 കൊല്ലം റീപ്ലേസ്മെൻറ്റ് വാറണ്ടി ഉണ്ട്, 6 മാസം മണി ബാക്ക് വാറണ്ടി ഉണ്ട്. ഇതിന് 10 ഇയർ ലൈഫും ഉണ്ട്. ഇത് വീട്ടിലെ ലീക്കേജ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ഇത് കറണ്ട് ബില്ലിൽ കുറയ്ക്കാനും പറ്റും. ഇതിപ്പോൾ ഈ 3 ട്യൂബ് കത്താനെടുക്കുന്ന കറണ്ടിൻ്റെ റീഡിങ്ങാണ്. കാര്യം ഏത് എക്യുപ്മെൻസും കറണ്ട് കൂടുതലെടുത്തിട്ടാണ് സ്റ്റാർട്ടിങ്ങിൽ വർക്ക് ചെയ്യുന്നത്. ഇതിപ്പോൾ ലൈനിൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നോക്കിയുള്ളൂ 0.5 സംതിങ്ങേ വരുന്നുള്ളൂ ഈ 3 ട്യൂബിന്. ആക്ച്വലി ഈ 3 ട്യൂബിന് ഇത്രയും കറണ്ടിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ. അതുപോലാണ് നമ്മുടെ വീട്ടിലെ എല്ലാ എക്യുപ്മെൻസും ആവശ്യമുള്ള കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയേ വരുള്ളൂ. പിന്നെ ഇതിനകത്ത് ഹീറ്റിംഗ് കറണ്ടുണ്ട്, വേസ്റ്റേജ് കറണ്ടുണ്ട്, എർത്തായിട്ട്, ലീക്കായിട്ട്, ലൂസ് കോണ്ടാക്റ്റായിട്ടൊക്കെ പോകുന്ന കറണ്ടിനെ എല്ലാം ഇത് സെൻസർ ചെയ്ത് നിർത്തുന്ന കാരണമാണ് നമുക്ക് യഥാർത്ഥ കറണ്ടിൻ്റെ റീഡിംഗ് മാത്രമേ മീറ്ററിലേക്ക് പോകത്തുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് ഒരു 30% കറണ്ട് ബില്ല് കുറവ് വരുന്നത്. എൻ്റെ പേര് ജെയിൻ എന്നാണ്. പ്രിൻജെറ്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ബ്രാൻഡ് അംബാസഡറായിട്ടാണ് നമ്മളിവിടെ നിൽക്കുന്നത്. നമ്മൾ ചെയ്യുന്നത് ലിങ്ക്സ് എന്ന് പറയുന്ന ഒരു ഗ്ലോബൽ ബ്രാൻഡിൻ്റെ ഡെമോൺസ്ട്രേഷനാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലിങ്ക്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 40 years ആയിട്ട് ഗ്ലോബലി പ്രസൻസ് ഉള്ള ഒരു കമ്പനിയാണ്. പ്രിൻജെറ്റ് സൊല്യൂഷൻ ഇന്ത്യയിൽ അവരുടെ സ്ട്രാറ്റജിക് പാർട്ട്ണറാണ്. ഇതാണ് നമ്മുടെ ഇങ്ക്ജെറ്റ് പ്രിൻ്റർ. ഇത് മോഡൽ വരുന്നത് 8840 എന്ന് പറഞ്ഞൊരു മോഡലാണ്. സോ ഇതിലിപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ നമുക്ക് കസ്റ്റമർക്ക് ആവശ്യമായിട്ടുള്ള 4 ലൈൻ മെസ്സേജാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. ബാച്ച് നമ്പർ, MRP, കസ്റ്റമറുടെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ലീഗൽ മെട്രോളജി കംപ്ലൈൻസ് ആയിട്ടുള്ള USP അടക്കം നമ്മളിതിൽ കൊടുത്തിട്ടുണ്ട്. കസ്റ്റമേഴ്സിന് അവരുടെ പ്രോഡക്റ്റ് കൺവെയർ സിസ്റ്റത്തിൽ വെച്ച് ഫീഡ് ചെയ്യാവുന്നതാണ്. സോ ആ ഫീഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഡാറ്റ അവർക്കത് പ്രിൻ്റായിട്ട് വരും. സോ ഇത് അവരുടെ ഡാറ്റയാണ്. അപ്പോൾ അത് വേരിയബിൾ ആണ്, എപ്പോഴും അത് മാറിക്കൊണ്ടേയിരിക്കും. പ്രോഡക്റ്റ് മാറിക്കൊണ്ടേയിരിക്കും. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ TTO എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ്. TTOയിൽ എന്താണെന്ന് വെച്ചാൽ കസ്റ്റമർക്ക് അവരുടെ ഒരു കോമൺ ഇൻവെൻട്രി പൗച്ചിൽ അവർക്ക് അവരുടെ ബ്രാൻഡ് നെയിം പ്രിൻ്റ് ചെയ്യേണ്ടത് എപ്പോഴും റിക്വയർമെൻ്റ് ആയിട്ട് വരും. ആ പ്രോഡക്റ്റ് എന്താണെന്ന്, ബ്രാൻഡ് നെയിം അല്ല, ആ പ്രോഡക്റ്റ് എന്താണെന്ന്.
സോ ആ പ്രോഡക്റ്റ് നമുക്ക് ബോൾഡ് ക്യാരക്ടറിൽ അവർക്കൊരു കോമൺ ഇൻവെൻറ്ററി പൗച്ച് ഉണ്ടെങ്കിൽ അവർക്ക് പ്രിൻറ്റ് ചെയ്യാൻ പറ്റും. സോ അത് കൂടാതെ തന്നെ ആ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിൻ്റെ ന്യൂട്രീഷൻ വാല്യൂസ് മുഴുവനായിട്ടും ഇതിൽ തന്നെ പ്രിൻറ്റ് ചെയ്യാൻ പറ്റും. ഇതൊരു കസ്റ്റമറുടെ കോമൺ സീ ത്രൂ പൗച്ചാണെങ്കിൽ നമ്മളിതിൽ പ്രിൻറ്റ് ചെയ്യാനായിട്ട് ഇതിപ്പോൾ ഒരു മാനുവൽ ഓപ്പറേഷനാണ്. ഇത് തന്നെ നമുക്ക് പാക്കിംഗ് മെഷീനിൽ സെറ്റ് ചെയ്യാം. അതുപോലെ ഇതിന് പല അപ്ലിക്കേഷൻസ് ഉണ്ട്. ഇതിപ്പോൾ ഒരു മാനുവലാണ്. സോ നമ്മളൊരു ഫുഡ് പെഡൽ വെച്ചിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. സോ നമ്മൾ ഫുഡ് പെഡൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്യുമ്പോൾ ഇത് പ്രിൻ്റിലേക്ക് ട്രാൻസ്ഫർ ആവും. ഇതാണ് നമ്മുടെ ലേസർ പ്രോഡക്ട്സ്. ഇതിൻ്റെ പ്രിൻറ്റിങ് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സർഫസിനെ എച്ച് ചെയ്ത് കളഞ്ഞിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണോ കളർ, ആ കളർ എടുത്ത് കാണിക്കുക. നമ്മൾ നോർമലി പിയേഴ്സിൻ്റെ സോപ്പ് അല്ലെങ്കിൽ ഗാർണിയറിൻ്റെ ഫേസ് വാഷ് ഒക്കെ എടുത്ത് നോക്കിയാൽ കാണുന്നത് ഈ ടൈപ്പ് ഒരു കോഡിംഗ് ആണ്. സോ ഈ ഒരു പ്രോഡക്റ്റാണ് ഞാൻ നേരത്തെ പറഞ്ഞ കസ്റ്റമേഴ്സിന് ഏറ്റവും ലോ കോസ്റ്റ് സൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ്. അതായത് ഒരു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ബുദ്ധിമുട്ടായിട്ടുള്ള കസ്റ്റമർക്ക് അവർക്കൊരു 1 lakhൽ താഴെ യൂസ് ചെയ്യാവുന്ന ഒരു പ്രോഡക്റ്റാണിത്. ഇതിലും സെയിം തന്നെ നമുക്ക് ബാച്ച് നമ്പർ, MRP, കസ്റ്റമർ എല്ലാ റിക്വയർമെൻറ്റും മീറ്റ് ചെയ്യും. സോ നമ്മൾ സെയിം കൺവെയറിലാണ്. ഇതിൽ ഇൻബിൽറ്റ് തന്നെയാണ് സെൻസർ വരുന്നത്. സോ ഇതാണ് അതിൽ വരുന്ന പ്രിന്റ്. നമ്മൾ ടാങ്കിൽ ഇറങ്ങാതെ നമുക്ക് ടാങ്ക് ക്ലീൻ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് അത്. നമ്മൾ ടാങ്കിലെ വെള്ളം ഫുള്ളും കളയേണ്ട ആവശ്യമില്ല. നമുക്കൊരു 50 ലിറ്റർ വെള്ളമൊക്കെ വേസ്റ്റ് അവിടെ ടാങ്ക് ക്ലീൻ ചെയ്യാം. അപ്പോൾ നേരെ നമ്മൾ ടാങ്കിലോട്ട് ഇറക്കി കൊടുക്കാം. ടാങ്കിലോട്ട് ഇറക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഓസ് ഉണ്ടല്ലോ, ഈ ഫോഴ്സ് ഫുള്ളായിട്ട് റിട്ടേൺ ഇറക്കണം. അങ്ങനെ റിവേഴ്സ് ഓർഡറിൽ വെള്ളത്തിലൂടെ ഫുള്ളായിട്ട് ഇറക്കി കൊടുക്കുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായി വെള്ളം ഫുള്ള് ഫില്ലാവും. ഇത് വെള്ളം ഫുള്ള് ഫില്ലാകുമ്പോൾ എന്ത് ചെയ്യുക, പുറത്തോട്ട് ഇട്ട് കൊടുക്കുക. വെള്ളം വരുന്ന കാണാൻ പറ്റും. വെള്ളം വരുന്ന സമയത്ത് എന്ത് ചെയ്യുക, ഈ ബ്രഷ് ആയിട്ട് ഒന്ന് മെല്ലെ പതുക്കെ ഒന്ന് റബ്ബ് ചെയ്യുന്ന സമയത്ത് ഏത് ഭാഗത്താണ് ചളിയുള്ളത് ആ ചളിയുള്ള ഭാഗം മാത്രം മെല്ലെ മെല്ലെ പതുക്കെ റബ്ബ് ചെയ്യുമ്പോൾ ഇളകുന്ന ചളി മാത്രമായിട്ട് എന്ത് ചെയ്യും, പുറത്തോട്ട് വരും. ഇത് നമുക്കൊരു 1500 മുതൽ 2000 ലിറ്റർ ടാങ്ക് വരെ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. നമുക്ക് ഐറ്റം അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഐറ്റം അഡ്ജസ്റ്റ് ചെയ്യുക, ചെറുതാക്കുക, വലിയ ടാങ്കാണ് വലുതാക്കുകയും ചെയ്യുക. നമ്മുടെ കമ്പനീൻ്റെ പേര് വെൽറ്റർ എന്നാണ്. വെൽറ്റർ വാട്ടർ ടാങ്ക് ക്ലീനർ ആണ്. കോട്ടയത്താണ് മാനുഫാക്ചർ ചെയ്യുന്നത്. കോട്ടയത്ത് നമ്മൾ പൂവന്തുരുത്ത് നമ്മൾ സർക്കാർ ഇൻഡസ്ട്രിയിൽ IS സർട്ടിഫിക്കറ്റ് കിട്ടുന്ന സാധനമാണ്. See, my name is Rajan Menon. I am from GTS Technologies, Nellai, Thrissur. See, ഞങ്ങൾ ഫുഡ് പ്രോസസ്സിംഗ് മെഷീനാണ് എല്ലാം ഉണ്ടാക്കുന്നത്. ഇത് റോസ്റ്റിംഗ് മെഷീനാണത്. 100 കിലോയുടെ പുട്ടുപൊടി ഉണ്ടാക്കാം, റൈസ് പൗഡർ റോസ്റ്റ് ചെയ്യാം, പിന്നെ പിക്കിൾ ചെയ്യാം, സോസ് ചെയ്യാം, ജാം ചെയ്യാം. ഒരു മൾട്ടിപ്പർപ്പസ് മെഷീനാണിത്. ഇത് സെമി സോളിഡ് ഫില്ലിംഗ് മെഷീനാണ്. സോസ്, ജാം, പിക്കിള് അതൊക്കെ ഫില്ല് ചെയ്യാവുന്നതാണ്. ഇത് 4 head ഫില്ലിംഗ് മെഷീനാണ്. ഓയിൽ, ജ്യൂസ് അതൊക്കെ ഫില്ല് ചെയ്യാൻ എല്ലാം ഫ്ലോ ഉള്ള എല്ലാ ഐറ്റവും ഇത് ഫില്ല് ചെയ്യാൻ പറ്റും. ഇത് 4 head ഫില്ലിങ്. അതോടൊപ്പം വരുന്ന പിന്നെ ഒരു ക്യാപ്പിംഗ് മെഷീൻ വരുന്നുണ്ട് ഇതിൻ്റെ സൈഡിൽ. ഇത് ഫുള്ളി ഓട്ടോമാറ്റിക്കാണ്. ഇത് 4 head ഫില്ലിങ്ങിൻ്റെ അനുബന്ധമായിട്ടുള്ള ക്യാപ്പിംഗ് മെഷീനാണ്. സിംഗിൾ ഹെഡ് ക്യാപ്പിംഗ് മെഷീൻ, ഓട്ടോമാറ്റിക്കാണ്, ഫുള്ളി ഓട്ടോമാറ്റിക്കാണ്. ഇത് ഒരു ഷെഡറാണ്. അത് കിച്ചൺ വേസ്റ്റ്, പച്ചക്കറി വേസ്റ്റ്, അതുപോലെ നോൺ വെജ് വേസ്റ്റ്, പോൾട്രി ഫാം വേസ്റ്റ് അത് കമ്പോസ്റ്റ് ചെയ്തിട്ട് കമ്പോസ്റ്റ് ബയോ ഗ്യാസിന് യൂസ് ചെയ്യാം. ഇത് ഫിഷ് ഫീഡൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കാൻ പറ്റും. ഈ പോൾട്രി വേസ്റ്റിന് ഫിഷ് ഫീഡ് ഉണ്ടാക്കാൻ ഉപയോഗിക്കാൻ പറ്റില്ല. ഇത് 7.5 HP ഗിയർ മോട്ടറാണ്. ഇതൊരു ഫുഡ് വേസ്റ്റ് ഡിസ്പോസറാണ്. ഇമ്പോർട്ടഡ് മെഷീനാണത്. സാധാരണ എല്ലാ വീടുകളിലും ആവശ്യമുള്ള ഒരു മെഷീനാണത്. വാട്ട് ബേസിൻ്റെ എല്ലാം ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നു. ചെറിയ വരുന്ന സിറ്റിയിൽ വരുന്ന എല്ലാ പ്രൊഡക്റ്റും അതിൽ ക്രഷ് ചെയ്ത് പുറത്തേക്ക് നമുക്ക് തള്ളാൻ പറ്റും. അത് നമുക്ക് ബയോഗ്യാസിലേക്കും കണക്ഷൻ കൊടുക്കാൻ പറ്റും ഈ മെഷീനിൽ. അധികം കോസ്റ്റ് ഇല്ല, വളരെ കോസ്റ്റ് എഫക്റ്റീവ് ഒരു മെഷീനാണ്. എല്ലാ വീടുകളിലും ആവശ്യമുള്ളതാണ്. ഇത് പ്ലാനറ്ററി മിക്സറാണ്. 400 ലിറ്റർ കപ്പാസിറ്റി ഉള്ളതാണ്. ഇത് ഗ്രേവി മെഷീൻസ് ഒക്കെ ഉണ്ടാക്കാം. ഹോട്ടലുകൾക്ക്, കാറ്ററേഴ്സിന് അവർക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പല സൈസ് ഉണ്ട്. 100 ലിറ്ററിൻ്റെ, 200 ലിറ്ററിൻ്റെ, 300, 400 ലിറ്റർ അങ്ങനെ വേരിയസ് സൈസസിലുണ്ട്. ഇത് ഗ്യാസിന് മാത്രമല്ല, ഇത് തെർമിക് ഫ്ലൂയിഡ് ഉണ്ടാക്കാൻ പറ്റും, സ്റ്റീം ബേസിലും ചെയ്യാൻ പറ്റും.